അങ്ങനെയാണ് കാര്യങ്ങൾ. അതായത് ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളും, അതായത് ഡമാസ്കസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം പോലും വിമതരുടെ നിയന്ത്രണത്തിലായി എന്ന് പറയുമ്പോൾ ഇനി അസദിന് രക്ഷയില്ല. റഷ്യയാണ് അസദിനെ പിന്തുണയ്ക്കുന്നത്, റഷ്യയിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചില വാർത്തകളും വരുന്നുണ്ട്. ഒപ്പം അസദിന്റെ പ്രതിമകൾ രാജ്യവ്യാപകമായി തകർക്കപ്പെടുന്ന പശ്ചാത്തലമൊക്കെ ഈ വിമതർക്ക് പിന്തുണ കൂടുന്നു എന്നുള്ള സൂചനകൾ കൂടി നൽകുന്നുണ്ടോ? രഞ്ജിത്ത്, ബഷർ അൽ അസദിന്റെ ഭരണം അവസാനിച്ചതായി ആർമി തലവൻ മറ്റു ഓഫീസർമാർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇനി അസദിന്റെ ഭരണമില്ല എന്നുള്ളതാണ്. ഏറെക്കുറെ ഔദ്യോഗികമായി രാജ്യം സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും അവിടെ അസദിന്റെ ഭരണം അവസാനിച്ചു. അവിടെ വിമതർ പൂർണ്ണമായും സിറിയയുടെ നിയന്ത്രണം ഏറ്റെടുത്തു എന്ന് വേണം കരുതാൻ. ഇനിയിപ്പോൾ ഔദ്യോഗികമായ മറ്റ് സ്ഥിരീകരണമൊക്കെയാണ് വരേണ്ടത്. എന്തായാലും ആർമിയുടെ അവിടുത്തെ സൈന്യം പോരാട്ടം, വിമതർ സേനയ്ക്കെതിരെയുള്ള പോരാട്ടം അവസാനിച്ചിരിക്കുന്നു. തുടക്കം മുതൽ തന്നെ ഇത്തവണ നേരത്തെ മോഹൻ വർഗീസ് വളരെ വിശദമായി തന്നെ പറഞ്ഞു എങ്ങനെയാണ് പുറത്തു നിന്നുള്ള സഹായം ലഭിക്കാതിരുന്നതെന്ന്. അകത്തു നിന്നും ഉള്ള സഹായവും അത്തരത്തിൽ ആർമിയുടെ ഭാഗത്തു നിന്ന് ഒരു കാര്യമായ ചെറുത്തുനിൽപ്പ് എവിടെയും ഉണ്ടായില്ല എന്നതാണ്. ആദ്യഘട്ടത്തിലൊക്കെ ചെറുത്തു നിന്നിരുന്ന ആർമി പല ഘട്ടത്തിലും പല പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക്, മലപ്പോയിലേക്ക് അടക്കം വരുമ്പോൾ അവിടെയെല്ലാം ആർമിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായം കൂടി വിമതർക്കുണ്ടായിരുന്നു എന്നുള്ള സംശയം ഉയർത്തുന്ന തരത്തിലാണ് വളരെ വേഗത്തിലാണ് ഇവർ നഗരങ്ങളൊക്കെയും കീഴടക്കിയത്. ഇന്നലെയാണ് യഥാർത്ഥത്തിൽ ദമാസ്കസിൽ എത്തുന്നത്. രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരിക്കേണ്ട ഒരു നഗരമാണ് തലസ്ഥാന നഗരം. ആ തലസ്ഥാന നഗരത്തിൽ പോലും വളരെ വേഗത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവർക്ക് കീഴടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പേരിനൊരു ചെറുത്തുനിൽപ്പ് അല്ലെങ്കിൽ പേരിന് എതിരിടുന്നു എന്നതിനപ്പുറത്തേക്ക് അത്തരം ഒരു മുന്നേറ്റം ഉണ്ടായില്ല. സൈന്യവുമായിട്ടൊക്കെ ചില ധാരണയിലേക്ക് ഇവർക്ക് നേരത്തെ തന്നെ എത്താൻ കഴിഞ്ഞു എന്നതുകൂടി കണക്കാക്കണം. എന്നാൽ ആദ്യം തന്നെ സൈന്യമാണ് ഇപ്പോൾ അസദിന്റെ ഭരണം അവസാനിച്ചു എന്നുള്ള നിർദ്ദേശം മറ്റു ഓഫീസർമാർക്ക്, ആർമി ഓഫീസർ തന്നെയാണ് മറ്റു ഓഫീസർമാർക്ക് നൽകുന്നത്. രാജ്യത്തിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ സാധാരണഗതിയിൽ ഇത്തരം യുദ്ധങ്ങളൊക്കെ വരുമ്പോൾ രാജ്യത്തിന്റെ ഭാഗത്തു നിന്ന് വിശദീകരണം വരാതെ സൈന്യം എപ്പോഴും പരാജയം സമ്മതിക്കുക എന്നുള്ളത് സൈന്യത്തിന്റെ രീതിയല്ല. ഏറ്റവും അവസാനം മാത്രം പരാജയം സമ്മതിക്കുക എന്നുള്ളതാണ് സൈന്യത്തിന്റെ രീതി. പക്ഷേ സൈന്യം നേരത്തെ തന്നെ ഇപ്പോൾ അങ്ങനത്തെ ഒരു ഭരണം അവസാനിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അത്തരം നിർദ്ദേശങ്ങൾ സൈന്യം പാലിക്കേണ്ടതില്ല എന്നൊരു നിർദ്ദേശം താഴേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ ചെറുത്തുനിൽപ്പ് എല്ലാം പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ സ്വാഭാവികമായും. അപ്പോൾ അവരുടെ നിയന്ത്രണത്തിലേക്ക്, വിമതരുടെ നിയന്ത്രണത്തിലേക്ക് രാജ്യം വരുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ മറ്റു രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ഇവരെ സഹായിക്കേണ്ട റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ആഭ്യന്തരമായി മറ്റു ചില യുദ്ധത്തിലൊക്കെ പെട്ട് അവർ യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ ദീർഘകാലമായി നിൽക്കുകയാണ്. അവർക്ക് ആ തരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല. മറ്റു രാജ്യങ്ങളിൽ നിന്ന് സഹായം ലഭിക്കേണ്ട വഴികളൊക്കെ അടഞ്ഞുപോയ അവസ്ഥ. ഇറാനും സമാനമായ അവസ്ഥയാണ്. ഇപ്പോഴും ഇറാനും റഷ്യയും ഒക്കെയാണ് യഥാർത്ഥത്തിൽ സിറിയയിൽ അസദ് ഭരണകൂടത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ സ്വാഭാവികമായും ലോകത്തെ പല രാജ്യങ്ങളും ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം, അത്തരം ചോദ്യങ്ങളിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നതുപോലെ ആ തരത്തിൽ ഈ അസദ് ഭരണകൂടത്തിന് തുടർച്ചയായി പിന്തുണ നൽകേണ്ടതുണ്ടോ, ഇനി ഇങ്ങനെ ഒരു സംഘടന ഏറ്റെടുത്താൽ അവർ സ്വീകരിക്കേണ്ട നിലപാട്, അതൊക്കെ ഇനി എന്തായാലും വരും ദിവസങ്ങളിൽ അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കാര്യമായ ചെറുത്തുനിൽപ്പോ അല്ലെങ്കിൽ കാര്യമായ യുദ്ധത്തിന് അന്തരീക്ഷം ഇല്ലാത്തത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഒരു തരത്തിൽ ആശ്വാസമാണ്. ഇന്ത്യക്കാരടക്കം നിരവധി പേർ സിറിയയിലുണ്ട്. എല്ലാവരോടും ഇന്നലെയാണ് എത്രയും വേഗം രാജ്യം വിടണം എന്നുള്ള നിർദ്ദേശം മെനഞ്ഞാന്ന് വൈകുന്നേരത്തോടുകൂടിയാണ് രാജ്യം വിടണം എന്നുള്ള നിർദ്ദേശം ഇന്ത്യൻ ഭരണകൂടം നൽകിയത്, വിദേശകാര്യ മന്ത്രാലയം നൽകിയത്. ദമാസ്കസ് സേഫാണ് എന്നായിരുന്നു നമ്മുടെയും ധാരണ. നമ്മുടെ അടക്കം അവിടുത്തെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണം എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ വിമതർ അവിടെ കീഴടക്കുമ്പോഴും ഇന്ത്യൻ എംബസിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ എംബസികളിലോ അവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളോ ആക്രമണങ്ങളോ ഒന്നും ഉണ്ടായതായി ഇതുവരെയും റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. എന്തായാലും അത്തരം ഒരു നീക്കം, മറ്റു രാജ്യങ്ങളുടെയൊക്കെ ഒരു അംഗീകാരം ലഭിക്കണമെങ്കിൽ സ്വാഭാവികമായും അത്തരം നീക്കം നടത്തരുത്, അല്ലെങ്കിൽ അത്തരം ആക്രമണങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് നേരെ ഉണ്ടാവരുത്. അത്തരം ചില മുൻകരുതൽ കൂടിയെടുത്താണ് വിമതർ അവിടെ ഇപ്പോൾ പിടിച്ചടക്കിയിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇപ്പോൾ അസദ് രാജ്യം വിട്ടുവെന്നും സിറിയ പിടിച്ചെടുത്തുവെന്നുമാണ് വിമത സേനയുടെ അവകാശവാദമായി പ്രധാനമായും മുന്നോട്ട് വരുന്നത്. സിറിയ പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്ന് പറയുന്നു വിമത സേന. തലസ്ഥാനമായ ഡമാസ്കസ് ബാഷർ അൽ അസദ് വിട്ടു എന്ന് റിപ്പോർട്ടുണ്ട്. 24 വർഷമാണ് നമുക്കറിയാം ബാഷർ അൽ അസദ് സിറിയ ഭരിച്ചത്. ഏകാധിപത്യ ഭരണം എന്നുള്ള സൂചന, അത്തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ ഉണ്ടായിരുന്നു ഈ ഭരണവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ സിറിയയുടെ സൈനിക കമാൻഡന്റ് ഉദ്യോഗസ്ഥർക്കായി സന്ദേശത്തിൽ ഭരണത്തിന് അവസാനമായി എന്ന് പറയുന്ന പശ്ചാത്തലം ഉണ്ട്. പ്രസിഡന്റ് അജ്ഞാതമായ സ്ഥലത്തേക്കാണ് ഇപ്പോൾ യാത്ര തിരിച്ചിരിക്കുന്നത് എന്നാണ് രണ്ട് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. സിറിയൻ സൈന്യവും സുരക്ഷാ സേനയും ഡമാസ്കസ് രാജ്യാന്തര വിമാനത്താവളം ഉപേക്ഷിച്ചു പോയതായും യുദ്ധവിവരങ്ങൾ നിരീക്ഷിക്കുന്ന സംഘത്തെ ഉദ്ധരിച്ച് AFPയും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ അസദ് സർക്കാരിനെ വർഷങ്ങളായി പിന്തുണയ്ക്കുന്ന സംഘടനയായ ഹിസ്ബുള്ളയും
ഹിസ്ബുള്ളയും ഇത്തരത്തിൽ സിറിയൻ ഭരണം വീണു, അതായത് അസദിന്റെ ഭരണം അവസാനിച്ചു എന്ന വിവരങ്ങൾ നൽകി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇപ്പോൾ പുറത്തു വരുന്നത്. ഡമാസ്കസിൽ ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. പണം പിൻവലിക്കാനായി നീണ്ട ക്യൂ ഉണ്ട്. അവിടെ അഭയാർത്ഥികളായി ഏതാനും 3 ലക്ഷം പേരുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നു. അസദിന്റെ പിതാവിന്റെ അടക്കം പ്രതിമ ഹാഫിസ് അൽ അസദ്, അദ്ദേഹത്തിന്റെ പ്രതിമയും ഈ പ്രതിഷേധക്കാർ തകർത്തു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. 2000-ലധികം സൈനികർക്ക്, സിറിയൻ സൈനികർക്ക് അഭയം കൊടുത്തതായി ഇറാഖ് അറിയിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. വിദേശകാര്യ വിദഗ്ധൻ ശ്രീ PJ വിൻസെന്റ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ PJ വിൻസെന്റ്, ഇതിപ്പോൾ സിറിയൻ സൈന്യത്തിന്റെ അവകാശവാദമായിരുന്നു ആദ്യം, വിമത സൈന്യത്തിന്റെ, അതിപ്പോൾ സിറിയൻ സൈന്യം സ്ഥിരീകരിക്കുകയാണ് അസദിന്റെ ഭരണം വീണു, 24 വർഷത്തെ അസദിന്റെ ഭരണം അവസാനിച്ചു എന്നുള്ളതാണ്. എങ്ങനെ കാണണം സിറിയയിലെ ഈ മാറ്റത്തെ? അത് വലിയ മാറ്റമാണ്. ആ മേഖലയിൽ ഇറാന്റെ നേതൃത്വത്തിൽ ഒരു ഷിയ സഖ്യം രൂപപ്പെടുത്തിയിരുന്നു. അത് ഇറാൻ, ഇറാഖ്, സിറിയ ഈ രാജ്യങ്ങളെല്ലാം ഈ ഷിയ സഖ്യത്തിന്റെ ഭാഗമായിരുന്നു. പക്ഷെ സിറിയയിലെ അവസ്ഥ കുറച്ച് വ്യത്യസ്തമാണ്. അവിടെ ഈ അലവൈറ്റ് ഷിയാക്കളുടെ നേതാവായിട്ടുള്ള ബാഷർ അൽ അസദിന്റെ ഏകാധിപത്യ ഭരണകൂടമാണ് അവിടെ നിലനിൽക്കുന്നത്. അതേസമയം 70% വരുന്ന മഹാഭൂരിപക്ഷം വരുന്ന സിറിയക്കാർ സുന്നി വിശ്വാസികളാണ്. ഈ പരമ്പരാഗതമായ ഷിയ സുന്നി സംഘർഷത്തിന്റെ ഒരു പശ്ചാത്തലം സിറിയയിലെ ഉണ്ട്. അതേസമയം 2011 ടുണീഷ്യയിൽ ആരംഭിച്ച മുല്ലപ്പൂ വിപ്ലവത്തിൽ തുടങ്ങി ലോട്ടസ് വിപ്ലവത്തിലൂടെ വളർന്ന് അറബ് ലോകത്തെ ആകെ പിടിച്ചുകുലുക്കിയ അറബ് സ്പ്രിംഗ്, അറബ് വസന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ബാഷർ അൽ അസദിന്റെ ഏകാധിപത്യ ഭരണകൂടത്തിനെതിരായിട്ട് ജനകീയ ഉയർപ്പുണ്ടായി. അതിന്റെ കേന്ദ്രമായിരുന്നു ഹോംസ് മേഖലയായിരുന്നു അതിന്റെ കേന്ദ്രം. ആ സന്ദർഭത്തിൽ ഈ ജനങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരുന്നതിന് പകരം ഈ ഉയർപ്പുകളെ മുഴുവനും ഭീകരമായി അടിച്ചമർത്തുന്ന സമീപനമാണ് ബാഷർ അൽ അസദ് സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായിട്ട് ആ ജനകീയ മുന്നേറ്റം തകർന്നടിയുകയും ഈ സമരത്തിൽ ഈ ജനാധിപത്യ പ്രക്ഷോഭത്തിലെല്ലാം പങ്കെടുത്ത വലിയ വിഭാഗം ആളുകൾ തീവ്രവാദ സംഘങ്ങളിലേക്ക് പോവുകയും സിറിയ മൊത്തമായിട്ട് ഈ സായുധ സംഘങ്ങളുടെ നിയന്ത്രണത്തിലാകുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ സിറിയ പൂർണ്ണമായി ആഭ്യന്തര യുദ്ധത്തിൽ അമർന്നു എന്ന് പറയാം. പക്ഷേ റഷ്യയുടെയും അതുപോലെ ഇറാന്റെയും പിന്തുണയോടുകൂടി ആസാദിന് അദ്ദേഹത്തിന്റെ ഭരണം നിലനിർത്താൻ സാധിച്ചു എന്നുള്ളത് വാസ്തവമാണ്. ഇന്ന് ഒരു 70% വരുന്ന ഭൂപ്രദേശം അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു. 2018 അൽ-ഖ്വയ്ദ ഇസ്ലാമിക് സ്റ്റേറ്റിനെ തകർത്തതോടുകൂടി ഉത്തര സിറിയയും അതുപോലെ വടക്ക് കിഴക്കൻ സിറിയയും വരുന്ന പ്രദേശം ഈ കുർദിഷ് സായുധ സംഘങ്ങളുടെ നിയന്ത്രണത്തിലായി. കുറച്ച് പ്രദേശങ്ങൾ ഫ്രീ സിറിയ ആർമിയുടെ നിയന്ത്രണത്തിലായി. കുറെ ഇസ്ലാമിക് സ്റ്റേറ്റ് നിയന്ത്രിക്കുന്ന ചെറിയ പ്രദേശങ്ങളുണ്ട്. അങ്ങനെ ഒരു വിഭജിത രാഷ്ട്രമായിട്ട് തന്നെയാണ് നിലവിൽ അവര് നിലനിൽക്കുകയും ചെയ്യുന്നത്. ആഭ്യന്തരമായ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിലും താങ്കൾ പറയുന്ന പോലെ റഷ്യയുടെയും മറ്റും പിന്തുണയോടെ നിലനിന്ന ഒരു ഭരണാധികാരിയാണ്. പക്ഷേ ഇപ്പോൾ ഇത്തവണ നമുക്കറിയാം 2011 മുതൽ തുടങ്ങിയ പോരാട്ടമാണ് അവിടെ. പക്ഷെ ഇത്തവണ ഒരു വ്യത്യാസമുണ്ടായത് ആദ്യഘട്ടം മുതൽ വിമതർക്കായിരുന്നു പിന്തുണ. സൈന്യം പോലും പലപ്പോഴും ചെറുത്തു നിൽക്കാതെ പിന്മാറുന്ന പശ്ചാത്തലം അത് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് വ്യക്തമാകേണ്ടത്. അല്ല, ഈ സിറിയൻ സൈന്യം വളരെ ഫീബിളായിട്ടുള്ള സൈന്യമാണ്. സിറിയൻ സൈന്യത്തിന് യഥാർത്ഥത്തിൽ ഈ ബാഷർ അൽ അസദിന്റെ റഷീമിന്റെ 2011 ശേഷമുള്ള ഒരു ചിത്രമെടുത്താൽ ഡമാസ്കസ് നഗരത്തിന് അതിന്റെ ചുറ്റുപ്രദേശങ്ങളിലും അല്ലാതെ വിശാലമായ സിറിയയുടെ മറ്റ് പ്രദേശങ്ങളിൽ അവർക്ക് ഫലപ്രദമായ നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. മറ്റു പ്രദേശങ്ങളിലെല്ലാം തന്നെ ചെറിയ സായുധ സംഘങ്ങൾ, അതില് ഇപ്പം അൽ നുസ്ര ഫ്രണ്ട് ഉണ്ട്. അൽ നുസ്ര ഫ്രണ്ടാണ് ഇപ്പം ഫതഹ് അൽ അഷാം എന്ന പേരിൽ 2017 മാറി. പിന്നീട് അവർ അത് ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന പേരിൽ പുനർനാമകരണം ചെയ്തു. അപ്പൊ ഇങ്ങനെയുള്ള സംഘങ്ങൾ ഫ്രീ സിറിയ ആർമി അല്ലെങ്കിൽ HTS, ഇസ്ലാമിക് സ്റ്റേറ്റ്, അൽ-ഖ്വയ്ദ, അതുപോലെ ഈ കുർദുകളുടെ സായുധ സംഘം, ഇങ്ങനെ പല രൂപത്തിലുള്ള സായുധ സംഘങ്ങളുടെ നിയന്ത്രണത്തിലാണ് സിറിയയുടെ ഒട്ടുമിക്ക പ്രദേശങ്ങളും. യഥാർത്ഥത്തിലുള്ള അധികാരം, ഗവൺമെന്റിന്റെ നിയന്ത്രണം ഡമാസ്കസ് നഗരത്തിൽ മാത്രമായി ഒതുങ്ങിയിരുന്നു എന്നതാണ് വാസ്തവം. അത് തന്നെ ഒരു പരിധിവരെ ഇറാന്റെ പിന്തുണയിലും റഷ്യയുടെ ശക്തമായ പിന്തുണയിലുമാണ് ആ ഭരണകൂടം അവിടെ നിലനിന്നത്. ഇപ്പോൾ 2022 ഫെബ്രുവരി 14 റഷ്യയുടെ ഉക്രൈൻ അധിനിവേശം ഉണ്ടാകുന്നു. അതോടുകൂടി റഷ്യ
പൂർണ്ണമായും തന്നെ യൂറോ മേഖലയിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഉക്രൈൻ അതിർത്തിയിലേക്ക് അവരുടെ റിസോഴ്സസ് മുഴുവനും പമ്പ് ചെയ്തിരിക്കുന്നു. അവർക്ക് മറ്റൊരു രാജ്യത്ത് ഇടപെടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോഴില്ല. ഇറാൻ ആണെങ്കിൽ ഇറാനും ഇറാന്റെ പ്രോക്സികളും ഏറെക്കുറെ തകർന്നടിഞ്ഞു. അപ്പൊ ഇസ്രായേലുമായിട്ട് കഴിഞ്ഞ ഒക്ടോബർ 7 ഉണ്ടായിട്ടുള്ള യുദ്ധം, 2023 ഹമാസിന്റെ ആക്രമണവും അതിനുശേഷം ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണവും, അതിന്റെ പശ്ചാത്തലത്തിൽ ഹൂത്തികളും അതുപോലെ ഹിസ്ബുള്ളയും ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് ലെബനൻ അതിർത്തിയിലെ സംഘർഷമാണ്. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം തന്നെ ആയുധങ്ങളും പടക്കോപ്പുകളും അവരുടെ വിതരണ സംവിധാനം അടക്കമുള്ള മേഖലകൾ മുഴുവനും ഇസ്രായേലിന്റെ ബോംബിൽ തകർന്നു. അപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് സിറിയനെ സഹായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോഴില്ല. അപ്പൊ അലപ്പോ നഗരം 2016 അവർ കീഴടക്കുന്നത് പ്രധാനമായിട്ടും ഹിസ്ബുള്ള പോരാളികളുടെ സഹായത്തോടു കൂടിയാണ്. അപ്പം റഷ്യൻ വ്യോമസേനയുടെ കാർപ്പറ്റ് ബോംബിങ്ങും അതിന്റെ കൂടെ ഗ്രൗണ്ട് ഫോഴ്സ് ആയിട്ട് കരസേനയായിട്ട് പ്രവർത്തിച്ചത്, ഗ്രൗണ്ടിൽ ഫൈറ്റ് ചെയ്തത് ഹിസ്ബുള്ള പോരാളികളാണ്. അപ്പം അങ്ങനെയാണ് അലപ്പോ 2016 കീഴടക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ സിറിയൻ സൈന്യം എന്ന് പറയുന്നത് അങ്ങനെ ശക്തമായൊരു സൈന്യമൊന്നുമല്ല. അവർക്ക് അങ്ങനെ വലിയൊരു പ്രതിരോധം നടത്താനുള്ള ശേഷിയൊന്നുമില്ല. അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് ഇറാനും ഇറാന്റെ പ്രോക്സികളുമായിരുന്നു, വിശിഷ്യ ഹിസ്ബുള്ളയായിരുന്നു. അപ്പം ഇറാനും ഇറാന്റെ പ്രോക്സികളും പൂർണ്ണമായും വീക്കൻ ചെയ്യപ്പെട്ടു. ഇനി അവർക്ക് വ്യോമ സഹായം കൊടുക്കുവാനും ഒരു പണ്ട് പുടിന്റെ നിർദ്ദേശപ്രകാരം റഷ്യൻ വ്യോമസേന വിമത കേന്ദ്രങ്ങളിൽ കാർപ്പറ്റ് ബോംബിംഗ് നടത്തി തകർത്ത് കളഞ്ഞു. അത്തരത്തിലൊരു അറ്റാക്ക് നടത്താൻ ഇന്ന് റഷ്യൻ സേന തയ്യാറുമല്ല. അവർക്ക് അതിനുള്ള ശേഷിയുമില്ല എന്ന് പറയേണ്ടി വരും. കാരണം അവര് ഉക്രൈൻ യുദ്ധത്തിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് വളരെ സ്വാഭാവികമായ പതനമാണ് ബാഷർ അൽ അസദിന് ഉണ്ടായിട്ടുള്ളത്.